കേരളം ഉറ്റുനോക്കിയ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ 20,016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ഉമ തോമസിന് വിജയം. PT തോമസിന്റെ പിൻഗാമി റെക്കോർഡ് ഭൂരിപക്ഷവുമായിട്ടാണ് വിജയക്കൊടി പാറിച്ചിട്ടുള്ളത്. ചാലക്കുടി കോട്ടാറ്റിൽ ക്രെയിൻ ബസ്സിലിടിച്ച് 7 വിദ്യാർത്ഥികൾക്ക് പരുക്ക്. ചാലക്കുടിയിൽ നിന്ന് മാളയ്ക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 8:30 അപകടം. കൊടുങ്ങല്ലൂർ മാടവന മസ്ജിദുൽ ബദരിയിൽ ജുമാ നമസ്കാരത്തിനിടെ ആരാധനയെ ചൊല്ലി ഉന്തും തള്ളും. 6 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. കേരളം ഉറ്റുനോക്കിയ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ 20,016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ഉമ തോമസിന് വിജയം. PT തോമസിന്റെ പിൻഗാമി റെക്കോർഡ് ഭൂരിപക്ഷവുമായിട്ടാണ് വിജയക്കൊടി പാറിച്ചിട്ടുള്ളത്. തൃക്കാക്കര മണ്ഡലം രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ബന്നി ബഹനാൻ നേടിയ 22,406 ഭൂരിപക്ഷമാണ് ഉമ തോമസ് പഴങ്കഥയാക്കിയത്. തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ച ഒരു വികാരമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ തുടർ ഭരണത്തോടുകൂടി പരാജയത്തിന്റെ വലിയ രുചിയിലേക്ക് പോയ ഇപ്പോൾ ആ ജീപ്പിന് മുകളിലേക്ക് UDF സ്ഥാനാർത്ഥി വിജയിച്ച ഉമ തോമസിനെ ജനപ്രതിനിധികൾ എടുത്തുയർത്തി ആ വലിയ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 6 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഉമ തോമസ് ഭർത്താവും മുൻ MLAയുമായ PT തോമസിന്റെ ഭൂരിപക്ഷം പിന്നിട്ടിരുന്നു. 14,239 PT തോമസിന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം. മണ്ഡലത്തിന്റെ ചരിത്രത്തെയെല്ലാം അപ്രസക്തമാക്കിയാണ് ഇത്തവണ ഉമ തോമസിന്റെ കുതിപ്പ്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും ഒരിക്കൽ പോലും ലീഡ് നേടാൻ LDF സ്ഥാനാർത്ഥി ജോസഫിന് സാധിച്ചില്ല. ഉമയുടെ കുതിപ്പിൽ LDF തകർന്നടിഞ്ഞു. BJPക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയാണ്. അവസാന റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ കടന്നപ്പോൾ UDF സ്ഥാനാർത്ഥി ഉമ തോമസ് തൃക്കാക്കര മണ്ഡലത്തിൽ 20,000-ൽ പരം വോട്ടിന്റെ ലീഡായിരുന്നു. തൃക്കാക്കര നഗരസഭയിൽ എണ്ണിയപ്പോൾ മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥി ജോസഫിന്റെ നില മെച്ചപ്പെട്ടത്. ഒടുവിൽ 20,016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ഉമ തോമസിന്റെ വിജയം. മാള വിഷൻ, കൊച്ചി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയം ഭർത്താവ് PT തോമസിന് സമർപ്പിച്ച UDF സ്ഥാനാർത്ഥി ഉമ തോമസ്. വോട്ടർമാർക്കും പ്രവർത്തകർക്കും നന്ദി. നേതാക്കളെല്ലാവരും ചേർത്തു പിടിച്ചു. ഒരുമിച്ച് നേടിയ ഉജ്ജ്വല വിജയമാണ്. ഭരണത്തിനേറ്റ തിരിച്ചടിയാണ് ഇതെന്നും ഉമ തോമസ് പറഞ്ഞു. തോമസും ജോസഫും തമ്മിലുള്ള മത്സരമായിരുന്നില്ല. അതിനേക്കാൾ ഉപരി ഒരുമിച്ച് ചിട്ടയായി ഒരുമിച്ച് പ്രവർത്തിച്ച് നേടിയ ഉജ്ജ്വല വിജയം തന്നെയാണ്. ഇത് ചരിത്ര വിജയം തന്നെയാണ്. ഇതിനെനിക്ക് ഏറ്റവും അധികം പറയാനുള്ളത് എൻ്റെ PTക്കായി ഞാൻ ഈ വിജയത്തിന് സമർപ്പിക്കുകയാണ്. ഇതിനെനിക്ക് ഇത്ര ഉജ്ജ്വല വിജയം നേടിത്തന്നത് 6 വർഷക്കാലത്തെ എൻ്റെ PTയുടെ ഇവിടുത്തെ ജനങ്ങളോടുള്ള പെരുമാറ്റവും അദ്ദേഹം സ്നേഹിച്ച ജനങ്ങളും അദ്ദേഹത്തെ സ്നേഹിച്ച ജനങ്ങളും നൽകിയ ഒരു വലിയ സമ്മാനമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നാളെ ഈ വികസന ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ജനഹിതപരമല്ലാത്ത വികസനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണിത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. മറ്റൊന്ന്, ഏത് രീതിയിലും എന്ത് മിഷനറി ഉപയോഗിച്ച് ഏതെല്ലാം രീതിയിൽ അപവാദങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളോട് ശ്രമിച്ചോ അതിനെല്ലാം തൃക്കാക്കരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ അർഹിക്കുന്ന അവഗണനയോടുകൂടി അത് പുച്ഛിച്ച് തള്ളി അവരത് എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ രീതിയിലുമുള്ള വിജയം തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നത് എന്നത് സംശയമില്ല. PTയുടെ ഹൃദയം കവർന്ന KSUക്കാരിയിൽ നിന്ന് തൃക്കാക്കര പിടിച്ചടക്കിയ നേതാവിലേക്ക് ഇത് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഗംഭീര തിരിച്ചുവരവ്. ആ വിശ്വാസം തെറ്റിയില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസിൽ നിന്നും ആശയക്കുഴപ്പങ്ങളാണ്. ആദ്യഘട്ടത്തിൽ ഉയർന്നുവരുന്ന പേരുകളായിരിക്കില്ല ഫൈനൽ ലാപ്പിലെത്തുക. പക്ഷേ തൃക്കാക്കരയിൽ പതിവിന് വിപരീതമായി പാർട്ടി മുഴുവൻ ഒറ്റപ്പേരിലേക്കെത്തി. ഉമ തോമസ്. PT തോമസ് എന്ന അതുല്യ നേതാവിൻ്റെ പ്രിയപത്നിയായതുകൊണ്ട് മാത്രമല്ല ഉമ തോമസിനെ തൃക്കാക്കര കോട്ടകാക്കാൻ UDF നേതൃത്വം ഏൽപ്പിച്ചത്. കോളേജ് കാലം മുതൽ KSU പ്രവർത്തകയായിരുന്ന ഉമയുടെ നേതൃപാഠവും രാഷ്ട്രീയ ബുദ്ധിയും പാർട്ടിക്ക് അടുത്തറിയാവുന്നതാണ്. PTയുടെ ജീവിത സഖിയായി കുടുംബവും ജോലിത്തിരക്കുമെല്ലാമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്ന ഉമ തോമസിനെ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഗോതയിലിറക്കാൻ
കോൺഗ്രസ് നേതൃത്വത്തിന് ഉറപ്പുണ്ടായിരുന്നിരിക്കണം. ഉമ തൃക്കാക്കരയെ കൈപ്പിടിയിൽ ഒതുക്കുക തന്നെ ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ വിശ്വാസം തെറ്റിയില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന ഉമ തോമസ് KSUവിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1980 മഹാരാജാസിൽ പ്രീ ഡിഗ്രിക്കായി ഉമ തോമസ് ചേരുന്നത്. 82 KSUവിൻ്റെ വനിതാ പാനലിൽ പ്രതിനിധിയായി മത്സരിച്ച് ജയിച്ചു. 84 KSU പാനലിൽ തന്നെ മഹാരാജാസിലെ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. അന്നത്തെ KSU സംസ്ഥാന പ്രസിഡന്റായിരുന്നു PT തോമസ്. സംഘടനാ പ്രവർത്തനത്തിനിടയിലാണ് ഇരുവരും പരിചയപ്പെടുന്നതും അടുക്കുന്നതും. സൗഹൃദം പ്രണയത്തിന് വഴിമാറിയെങ്കിലും ഇരുവരും അത് തുറന്നു പറഞ്ഞിരുന്നില്ല. ഉമയ്ക്ക് വീട്ടിൽ വിവാഹാലോചന നടക്കുന്നതിനിടെയാണ് PT തോമസ് ഫോണിൽ വിളിച്ച് ഉമയെ തൻ്റെ ഇഷ്ടമറിയിക്കുന്നത്. ഇതര മതസ്ഥനായ PTയുമായുള്ള ഉമയുടെ വിവാഹത്തോട് കുടുംബത്തിന് എതിർപ്പായിരുന്നു. പക്ഷേ ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് ഇരുവരും ഒന്നാകാൻ തീരുമാനിച്ചു. അങ്ങനെ മട്ടാഞ്ചേരിയിൽ പോയി രഹസ്യമായി വിവാഹം രജിസ്റ്റർ ചെയ്തു. ബെന്നി ബെഹനാനും KT ജോസഫുമാണ് അന്ന് സാക്ഷികളായി ഒപ്പുവെച്ചത്. തിരികെ ഉമ സ്വന്തം വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഉമയുടെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ ഇരുവരും ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അങ്ങനെ PT തോമസ് ഉമയെ വീട്ടിൽ പോയി വിളിച്ചിറക്കി വയലാർ രവിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മകൾ തനിക്കൊപ്പം സുരക്ഷിതയാണെന്ന് PT തോമസ് ഉമയുടെ അച്ഛനെ വിളിച്ചറിയിച്ചു. തുടർന്ന് കോതമംഗലത്തെ ജ്ഞാനായ പള്ളിയിൽ വെച്ച് PTയുടെ കുടുംബത്തിൻ്റെയും മഹാരാജാസിലെ പാർട്ടിയിലെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഇരുവരും വിവാഹിതരായി. പിന്നീട് തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ PT രാഷ്ട്രീയ നേതാവായി വളർന്നപ്പോൾ തോളോട് തോൾ ചേർന്ന് PTക്ക് കരുത്തേകി ഉമയും ഒപ്പം നിന്നു. ആസ്റ്ററിലെ ഫിനാൻസ് മേഖലയിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്നു ഉമ തോമസ്. രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെട്ടില്ലെങ്കിൽ കൂടി ഉമ എന്നും രാഷ്ട്രീയക്കാരി തന്നെയായിരുന്നു. PTയിലൂടെ പാർട്ടിയുടെ വളർച്ച കണ്ടും കേട്ടും അടുത്തറിഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ PTയുടെ വിയോഗത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങേണ്ടി വന്നപ്പോഴും ആദ്യമായി മത്സരരംഗത്തെത്തിയതിൻ്റെ അമ്പരപ്പോ ആശങ്കകളോ ഉമ തോമസിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. സൗമ്യമായ ചിരിയോടെ തൃക്കാക്കരയിലെ വോട്ടർമാരെ കണ്ടു. ഇന്ന് വിജയക്കൊടി പാറിക്കുമ്പോഴും അമിതാഹ്ലാദമില്ല. അതെ, സൗമ്യമായ ചിരി മാത്രം. ന്യൂസ് ഡെസ്ക് മാളവിഷൻ. ചാലക്കുടി കോട്ടാറ്റിൽ ക്രെയിൻ ബസ്സിലിടിച്ച് 7 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ചാലക്കുടിയിൽ നിന്ന് മാളയ്ക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 8:30 അപകടം. ഒരു വിദ്യാർത്ഥിനിക്ക് തലയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 8:15 മാള ചാലക്കുടി റോഡിൽ കോട്ടാറ്റ് വെച്ചാണ് അപകടമുണ്ടായത്. ബസ് സ്റ്റോപ്പിൽ ആളെ കയറ്റാൻ നിർത്തിയിട്ട ബസ്സിന് മുന്നിലേക്ക് ഇട റോഡിലൂടെ കയറി വന്ന ക്രെയിൻ്റെ മുൻവശത്തെ നീണ്ട റാഡ് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ ചാലക്കുടിയിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. കോട്ട ചെങ്ങിനിയാടൻ ബിൻസി, കുറ്റിച്ചിറ കൈപ്ലാക്കൽ അമൃത, കനകമല വേലനി ജസ്ന, ആളൂർ അരിക്കാട് ബെൻസവിയ, നായിരങ്ങാടി കൈതവളപ്പിൽ അനുശ്രീ, കനകമല മറ്റത്തിൽ ദിവ്യ ഡേവിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മാളവിഷൻ, ചാലക്കുടി. കൊടുങ്ങല്ലൂർ മാടവന മസ്ജിദുൽ ബദരിയയിൽ ജുമാ നമസ്കാരത്തിനിടെ ആരാധനയെ ചൊല്ലി ഉന്തും തള്ളും. 6 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസ് പള്ളിക്ക് പുറത്തുണ്ടായിട്ടും ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. മാടവന സ്വദേശികളായ പഴുപറമ്പിൽ ഷാജഹാൻ, വടക്കേ വീട്ടിൽ ഫൈസൽ, കിണറ്റിങ്ങൽ ഷാജഹാൻ, മുടുവൻകാട്ടിൽ ഖബീർ, പുതുവീട്ടിൽ സജാദ്, ഇണിച്ചിരിയാട് റഫീഖ് എന്നിവരാണ് പരിക്കുപറ്റി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വെള്ളിയാഴ്ച 12:45 സംഭവം. കഴിഞ്ഞയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ മഹല്ല് ഭരിച്ചിരുന്ന ഭരണസമിതിയെ പരാജയപ്പെടുത്തി പുതിയ ഭരണസമിതി നിലവിൽ വന്നിരുന്നു. പുതിയ ഭരണസമിതി ആരാധനയിലടക്കം മാറ്റം വരുത്തുമെന്നാരോപിച്ച് ചിലർ വഖഫ് ബോർഡിന് പരാതി നൽകുകയും തൽസ്ഥിതി തുടരുന്നതിന് ഉത്തരവുണ്ടാക്കുകയും ചെയ്തതായി പറയുന്നു. എന്നാൽ വെള്ളിയാഴ്ച നടന്ന ജുമയ്ക്കിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ആരാധനയെ ചൊല്ലി ഏറ്റുമുട്ടി. പോലീസ് എത്തിയാണ് അക്രമികളെ പള്ളിയിൽ നിന്ന് മാറ്റിയത്. പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി പോലീസ് പള്ളിക്ക് പുറത്തുണ്ടായിട്ടും ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. മാളവിഷൻ, കൊടുങ്ങല്ലൂർ. കേരള വഖഫ് ബോർഡ് തൃശൂർ ഡിവിഷണൽ ഓഫീസറുടെ 30/5/2022 A3 5915 ഉത്തരവനുസരിച്ചിട്ട് മാടവന ബദരിയ മഹലിൽ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ആരാധനാക്രമം അതേപടി നിലനിർത്തണമെന്നും അവിടെ ജോലി ചെയ്തിരുന്ന പണ്ഡിതന്മാരെ നിലനിർത്തണമെന്നൊക്കെ വ്യക്തമായ ഉത്തരവുള്ളതാണ്. അത് ഏതെങ്കിലും പൊതുവ തീരുമാനമോ അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ ഉത്തരവ് വരെ ആ ഉത്തരവ് ബാധകമായിരിക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമായി ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിനെ തീർത്തും ലംഘിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന പുതിയ ഭരണസമിതി അതിനെ ലംഘിക്കുകയും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തന്നെ തികച്ചും അതിനെ ലംഘിച്ചുകൊണ്ടുള്ള പുതിയ ആരാധനാക്രമങ്ങൾ വന്നപ്പോൾ മഹലിലെ നിവാസികളായ കുറച്ചുപേര് അതിനെ ലംഘിച്ചതിനെതിരെ ആ സമയത്ത് തന്നെ വളരെ പള്ളിയുടെ
ഉള്ളിൽ വെച്ച് തന്നെ വളരെ മോശമായി അവരെ ഉപദ്രവിക്കുകയും അങ്ങേയറ്റം ഉപദ്രവിക്കുകയും ദേഹോപദ്രവമേൽപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. പലരുടെ ഉള്ളിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതിന് ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 84 ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം ഇന്ത്യയിൽ കോവിഡ് കേസുകളിൽ വൻ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 4041 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇന്നലെ 10 പേർ കോവിഡ് ബാധിച്ച് മരിച്ചപ്പോൾ 2363 പേർ രോഗമുക്തി നേടി. കേരളത്തിലും മഹാരാഷ്ട്രയിലുമാണ് പ്രതിദിന രോഗികളുടെ എണ്ണം കൂടുതൽ. കോവിഡ് കേസുകളിലെ വർധന തുടരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിന് കത്തയച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രം കത്തയച്ചത്. മാസ്കും സാമൂഹിക അകലവും ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ ശക്തമാക്കണമെന്നാണ് നിർദ്ദേശം. 11 ജില്ലകളിൽ പ്രതിവാര കേസുകൾ കൂടിയതിൽ ആശങ്കയുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുകയാണ്. ഒരു ദിവസത്തിനിടെ 4041 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 മാസത്തിന് ശേഷമാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 4000-ന് മുകളിലെത്തിയത്. കഴിഞ്ഞ ആഴ്ചകളിൽ പ്രതിദിന കേസുകളിൽ 40% വർധനയുണ്ടായി. കേരളത്തിലും മഹാരാഷ്ട്രയിലുമാണ് പ്രതിദിന രോഗികളുടെ എണ്ണം കൂടുതൽ. മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ പിന്തുടരുന്നതിൽ വീഴ്ച സംഭവിച്ചതാകാം കേസുകൾ ഉയരാൻ കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഇന്നലെ 1278 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളത്താണ് ഏറ്റവും അധികം രോഗികൾ ഉള്ളത്. 407 കേസുകളാണ് എറണാകുളം ജില്ലയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഒരു കോവിഡ് മരണവും ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ചയാണ് സർക്കാർ വീണ്ടും കോവിഡ് കണക്കുകൾ പുറത്തുവിട്ടത്. മെയ് 31-ന് 1161 പേർക്കായിരുന്നു സംസ്ഥാനത്ത് രോഗബാധ. ന്യൂസ് ഡെസ്ക് മാളവിഷൻ. ഉമ തോമസ് നേടിയ ചരിത്ര വിജയത്തിൽ കൊടുങ്ങല്ലൂരിലെ UDF പ്രവർത്തകർ കൊടുങ്ങല്ലൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി TM നാസർ, മണ്ഡലം പ്രസിഡന്റുമാരായ ES സാബു, VM ജോണി, UDF നേതാക്കളായ KP സുനിൽകുമാർ, AM ജബ്ബാർ, ഡിൽഷൻ കൊട്ടേക്കാട്, TA നൌഷാദ്, മുരളി കുന്നത്ത്, KS കമറുദ്ദീൻ, EA ഷരീഫ്, PN രാമദാസ്, PA CD മാസ്റ്റർ, ശ്രീദേവി വിജയകുമാർ, സുജ ജോയ്, ഡാലി വർഗീസ്, സനൽ സത്യൻ, CR പമ്പ, TK ലാലു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മാളയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. മാള ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗണിൽ ബസ് സ്റ്റാൻഡ് ചുറ്റി ടൗണിൽ അവസാനിപ്പിച്ചു. DCC ബ്ലോക്ക് മണ്ഡലം നേതാക്കളും യൂത്ത് കോൺഗ്രസ്, KSU മഹിളാ കോൺഗ്രസ് നേതാക്കളും പ്രകടനത്തിൽ പങ്കെടുത്തു. മലയാളത്തിലെ പ്രിയ സംവിധായകൻ സുന്ദർദാസിന്റെ ജന്മദിനത്തിൽ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടി ജന്മദിന സല്ലാപം പരിപാടി സംഘടിപ്പിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ച് സ്നേഹോപഹാരം സമർപ്പിക്കുകയും ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. കലാഭവൻ സിനാജ് സുന്ദർദാസിന്റെ തത്സമയ ഛായാചിത്രം വരച്ചു നൽകി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു S ചെറയത്ത്, MM അനിൽകുമാർ, US അജയ്കുമാർ, സുധി കലാഭവൻ, വിജയൻ മൽപ്പാൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ചിട്ടി ഫോർമെൻസ് അസോസിയേഷന്റെ 1 വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച 2:30-ന് സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ മന്ത്രി K രാജൻ നിർവഹിക്കും. അസോസിയേഷൻ ആസ്ഥാനത്ത് ആരംഭിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA-യും ചിട്ടി നടത്തിപ്പ് സംബന്ധിച്ച കൈപ്പുസ്തകത്തിന്റെ പ്രകാശനം സനീഷ് കുമാർ ജോസഫ് MLA-യും നിർവഹിക്കും. അസോസിയേഷൻ സ്ഥാപക അംഗങ്ങളെ P ബാലചന്ദ്രൻ MLA ആദരിക്കും. ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് ചിറ്റ് ഫണ്ട്സ് ജനറൽ സെക്രട്ടറി ചിത്ര, ചെയർമാൻ ഗിവർഗീസ് ബാബു എന്നിവരും പങ്കെടുക്കുമെന്ന് ചെയർമാൻ ഡേവിസ് കണ്ണനായ്ക്കൽ, ജനറൽ സെക്രട്ടറി VT ജോർജ്, സെക്രട്ടറി KV ശിവകുമാർ, വൈസ് ചെയർമാൻ ബേബി മൂക്കൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 1 വർഷം 1 ലക്ഷം സംരംഭം എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലേക്കായി കൊടുങ്ങല്ലൂർ നഗരസഭാ തലത്തിൽ ശില്പശാല നടത്തി. സംരംഭം തുടങ്ങുന്നതിന് വേണ്ട ലൈസൻസ്, വായ്പ, സബ്സിഡി തുടങ്ങിയവയെക്കുറിച്ചുള്ള ജനങ്ങളുടെ സംശയങ്ങൾ അകറ്റുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ശില്പശാല വരും ദിവസങ്ങളിൽ വാർഡ് തലത്തിലും നടത്തുന്നതായിരിക്കും. ചന്തപ്പുര ടൗൺ ഹാളിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ M ഷീനിജ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത ഉണ്ണികൃഷ്ണൻ, LC പോൾ, ജയദേവൻ, ഷീല പണിക്കശ്ശേരി, പ്രതിപക്ഷ കൗൺസിലർ സജീവൻ, CDS ചെയർപേഴ്സൺമാരായ ശ്രീദേവി തിലകൻ, ശാലിനി ദേവി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പോപ്പുലർ ഫണ്ടിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഡിവിഷൻ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ജലീൽ മാള സംസാരിച്ചു. പ്രകടനത്തിന് ഡിവിഷൻ പ്രസിഡന്റ് KH റഫീഖ്, സെക്രട്ടറി സലീം, ഏരിയ നേതാക്കളായ അബ്ദുറഹീം, അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വൃക്ഷത്തൈ വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ M ഷീനിജ നിർവഹിച്ചു.
പലതരത്തിലുള്ള 2600 വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്ത് വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, LC പോൾ, ജയദേവൻ, ഷീല പണിക്കശ്ശേരി, പ്രതിപക്ഷ കൗൺസിലർ TS സജീവൻ, ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ആസാദി കാ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയവും നെഹ്റു യുവകേന്ദ്രയും ലോക സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ തൃശൂർ ജില്ലാതല സൈക്കിൾ റാലി TN പ്രതാപൻ MP ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഹുസൂർ ശിരസ്തദാർ KG പ്രാൺസിംഗ് സൈക്കിൾ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. O നന്ദകുമാർ, ഡോക്ടർ ബിനു TV, K ശ്രീരാജ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് TN പ്രതാപൻ MPയുടെ നേതൃത്വത്തിൽ 150ഓളം യുവതി യുവാക്കൾ അണിനിരുന്ന സൈക്കിൾ റാലി നടന്നു. വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച റാലി സ്വരാജ് റൗണ്ട് വലം വെച്ച് MG റോഡിലൂടെ അയ്യന്തോൾ യുദ്ധസ്മാരകത്തിന് സമീപം സമാപിച്ചു. ഓൾ കേരള ടാക്സ് പ്രാക്ടീഷേഴ്സ് അസോസിയേഷന്റെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചാലക്കുടി VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി BL രാജേഷ് ഉദ്ഘാടനം ചെയ്തു. A മുഹമ്മദ് കാസിം അധ്യക്ഷനായി. PD സൈമൺ മുഖ്യ പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ ആലീസ് ഷിബു വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. VT ജോജോ പഠനോപകരണ വിതരണം നടത്തി. പ്രിൻസിപ്പൽ PK സുമ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. SM വിജയകുമാർ, CA ബിജു, KF ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയൻ സംസ്ഥാന വ്യാപകമായി ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഇറിഗേഷൻ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. MK ബാബു, S നവീൻ, CN ദിനേശ്, AR ബാബു എന്നിവർ സംസാരിച്ചു. കടൽ മത്സ്യസമ്പത്ത് ഉന്മൂലനം ചെയ്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ വറുതിയുടെ വക്കിലേക്ക് തള്ളിവിടുന്ന ഡബിൾ നൈറ്റ് ട്രോളിംഗ് ബോട്ടുകളെ കണ്ടുകെട്ടുവാൻ KMFR ആക്ട് ഭേദഗതി ചെയ്യണമെന്ന് കേരള പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി. മത്സ്യസമ്പത്തിനുണ്ടാകുന്ന ഗണ്യമായ കുറവ് ഈ മേഖലയെ പ്രതിസന്ധിയിലാകുമ്പോൾ ഇന്ധന വില വർധനവ് താങ്ങാനാവാതെ പലരും കടക്കണിയിലാണ്. കടൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീരെഴുതുന്ന കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ഇക്കണോമിക് നയം മത്സ്യത്തൊഴിലാളികൾ ആശങ്കയോടെയാണ് കാണുന്നത്. മുടങ്ങിക്കിടക്കുന്ന അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ട് നിവേദനം MLAക്ക് കൈമാറി. സമ്മേളനവും ഓഫീസിന്റെ ഉദ്ഘാടനവും ET ടൈസൺ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രസന്ന റാഫി, നൌഷാദ് കറുകപ്പാടത്ത്, സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ, PP ജനാർദ്ദനൻ, VK മുഹമ്മദ്, ലൈല സേവ്യർ, ഫിഷറീസ് ഓഫീസർ ലിസി, സിന്ധു ബാഹുലയൻ, EK ദാസൻ, VK നാരായണൻ, PK ചന്ദ്രബാബു, KP സുരേഷ്, EK ബൈജു, KA പത്മനാഭൻ, TD അശോകൻ, KS സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ഉറ്റുനോക്കിയ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ 25,016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ഉമാ തോമസിന് വിജയം. PT തോമസിന്റെ പിൻഗാമി റെക്കോർഡ് ഭൂരിപക്ഷവുമായിട്ടാണ് വിജയക്കൊടി പാറിച്ചിട്ടുള്ളത്. ചാലക്കുടി കോട്ടാറ്റിൽ ക്രെയിൻ ബസ്സിലിടിച്ച് 7 വിദ്യാർത്ഥികൾക്ക് പരുക്ക്. ചാലക്കുടിയിൽ നിന്ന് മാളയ്ക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 8:30 അപകടം. കൊടുങ്ങല്ലൂർ മാടവന മസ്ജിദുൽ ബദരിയിൽ ജുമാ നമസ്കാരത്തിനിടെ ആരാധനയെ ചൊല്ലി ഉന്തും തള്ളും. 6 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.